സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ട ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ദൈവവചനമായി ഇരിപ്പാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനിപ്പിച്ചത് ആദിമ സഭയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യ വിശ്വാസികളായി അറിയപ്പെട്ട ദൈവമക്കൾ അഥവാ 1-ാം നൂറ്റാണ്ടിലെ ആദിമ സഭാ വിശ്വാസികൾ കർത്താവിങ്കിൽ നിന്നും അപ്പോസ്തലന്മാരിൽ നിന്നും ഉപദേശങ്ങളും ദൈവപ്രവൃത്തിയും നേരിട്ട് കണ്ടും കേട്ടും പ്രാപിച്ചും വന്ന 1-ാം നൂറ്റാണ്ടിലെ ആദിമ വിശ്വാസികൾ അതികഠിനമായ നിലയിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിങ്കിൽ നിന്നും കർത്താവിന്റെ ഉപദേശവും പഠിപ്പിക്കലുകളുമൊക്കെ നേരിട്ട് കേട്ട ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അത് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ ആദിമ വിശ്വാസികളുടെ കർത്താവിന് നേരിട്ട് ഉപദേശം പ്രാപിച്ചവരുടെയൊക്കെ എണ്ണം കുറയാൻ തുടങ്ങി. എന്നാൽ പെന്തക്കോസ്ത് മുതൽ പെന്തക്കോസ്ത് നാൾ യെരൂശലേമിൽ വന്ന് ദൈവപ്രവൃത്തി കണ്ട് തിരിച്ചുപോയ ആളുകൾ തുടങ്ങി. ദേശത്തിന്റെ 4 ഭാഗത്തേക്ക് ചിതറിപ്പോയവർ അവർ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ആ വചനം കേട്ട് ധാരാളം വിശ്വാസികൾ ദൈവത്തിലേക്ക് വരാനും തുടങ്ങി. നിങ്ങൾ ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവിങ്കിൽ നിന്ന് നേരിട്ട് ഉപദേശം പ്രാപിച്ച ആൾക്കാരുടെ എണ്ണം കുറയുകയും അപ്പോൾ തന്നെ മറുഭാഗത്ത് പുതിയ വിശ്വാസികൾ ധാരാളമായി വരാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കാര്യങ്ങൾ മുഴുവനും കണ്ട് കേട്ടറിഞ്ഞ ആളുകളുടെ എണ്ണം കുറഞ്ഞത് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. കാരണം പുതിയ വിശ്വാസികൾ അവർ വെറുതെ വന്ന വിശ്വാസത്തിന്റെ ആയി അങ്ങ് പോയാൽ പോരാ. അവരെ സംബന്ധിച്ചുള്ള അവരെ ആത്മീക വളർച്ചയിൽ അവരെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അവർ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതൊന്നും വിട്ടുകളയാതെ മുഴുവനും അവരെ പഠിപ്പിച്ചേ മതിയാവും. യേശു അവരെ വിടുവിക്കും, സൗഖ്യമാക്കും, കടഭാരം മാറ്റും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മനസ്സിലാകുന്നുണ്ടോ? അതാണല്ലോ അന്നത്തെ സഭ അഭിമുഖീകരിച്ച പ്രശ്നവും ഇന്നത്തെ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അത് തന്നെയല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇന്നും ധാരാളം വളർച്ചയുള്ള സഭകളെ ശ്രദ്ധിച്ചേ. അവർ ഡോക്ട്രിൻ പറയാറില്ല, ഉപദേശങ്ങൾ പറയാറില്ല, ജീവിത വിശുദ്ധിയുടെ കാര്യം പറയാറില്ല, പ്രമാണം പറയാറില്ല. ദൈവിക പ്രമാണത്തിൽ അയവ് വരുത്തി അവരവരുടെ ഇഷ്ടപ്രകാരം വചനത്തെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ്. അതാണ് ഇന്നും അന്നും ഉള്ള പ്രശ്നം. ഒന്നിനും ഒരു നിബന്ധനകളില്ലാതെ ഉപദേശമില്ലാതെ പോകുന്ന സഭ ഇഷ്ടംപോലെ ആളുണ്ട്, ഇഷ്ടംപോലെ ആൾ. പക്ഷെ അതെല്ലാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് കയറി ഇറങ്ങി പോകുമ്പോലേ ഉള്ളൂ, ഒന്നും നിൽക്കുന്നില്ല. സ്തോത്രം, നിക്കത്തുമില്ല. പോട്ടെ, ഞാൻ എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകുന്നുള്ള ഭയം കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരിക. എന്നാൽ ഞാൻ പറഞ്ഞത്, ഈ ചിതറിപ്പോയവർ വചനം എവിടെല്ലാം അവർ ചെന്നോ അവിടെല്ലാം സംസാരിച്ചു. ധാരാളം പുതിയ ആളുകൾ ദൈവത്തിന് വരാനിടയായി. നിങ്ങൾക്കറിയാം, ഞാൻ റോമിലെ സഭയെക്കുറിച്ച് മുൻപ് ഒരു സൂചന തന്നിട്ടുണ്ട്. റോമിലെ സഭയിൽ അപ്പോസ്തലന്മാർ ചില വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ വരുന്നത്. പക്ഷെ അവിടെ എത്തിയ പെന്തക്കോസ്ത് നാളിൽ വന്ന ആളുകൾ തിരിച്ച് റോമിലെത്തിയപ്പോൾ അവർ പ്രാപിച്ച അനുഭവം അവരിൽ അടക്കി വെക്കാതെ അവരും പ്രസംഗിച്ചു. റോമിലും വിശ്വാസികൾ ധാരാളമായിട്ട് വളരാനായിട്ട് തുടങ്ങി. പക്ഷെ പ്രശ്നം, കർത്താവിൽ നിന്ന് നേരിട്ട് കണ്ടും കേട്ടും പഠിച്ച ആളുകളൊന്നും അവിടെ എത്തപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഉള്ളതുപോലെ കേട്ട പഠിച്ചവരെ ഗ്രഹിപ്പിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ,
യഥാർത്ഥമായ അനുഭവം പ്രാപിച്ചവരാണ് ഇവിടെ കൊല്ലപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്താണ്? പുതുതായിട്ട് വിശ്വാസി വന്ന ആളുകൾ ധാരാളം ഉണ്ട്. പക്ഷേ അവരെ കർത്താവ് രക്ഷിക്കുമെന്നും വിടുവിക്കുമെന്നും സൗഖ്യമാക്കുമെന്ന് അറിയുന്നുണ്ട്. വെരി ഗുഡ്. ബട്ട് ദാറ്റ്സ് നോട്ട് സഫീഷ്യന്റ്. അത് മാത്രം പോരാ. നമ്മുടെ ഇടയിലും പ്രശ്നം എന്നറിയാമോ? വിടുവിക്കുന്ന കർത്താവിനെ, സൗഖ്യമാക്കുന്ന കർത്താവിനെ, വിശാലതയ്ക്ക് കൊണ്ടുവരുന്ന കർത്താവിനെ മതി. മറ്റു കാര്യം പറഞ്ഞ കർത്താവിനെ വേണ്ട. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ കർത്താവിനെ ആർക്കെങ്കിലും വേണം. രണ്ടുള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ കർത്താവിനെ ആർക്കെങ്കിലും വേണം? വേണ്ടല്ലോ. രണ്ടുള്ളവൻ രണ്ടും കൂടെ എങ്ങനെ നേടാവുന്ന മറ്റേ പ്രമാണം വെച്ച പറയുന്നു. രണ്ടെന്നെ ഏൽപ്പിച്ചാലും രണ്ടും കൂടെ നേടിയെന്ന്. അതിവിടെ അപ്ലൈ ചെയ്യുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മെ എല്ലാ നിലയിലും സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവിനെ മതി. വിശന്നിട്ട് കതിര് പറിച്ച് തിന്ന കർത്താവിനെ ആർക്കെങ്കിലും വേണോ? വേണ്ട. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിനെ മതി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകരുത് ആരുവേ. സ്വതന്ത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കർത്താവ് ശിഷ്യന്മാരെ നടന്നു. ശിഷ്യന്മാർക്ക് വിശന്നിട്ട് വയ്യ. അവരാ പച്ചക്കതിര് പറിച്ച് തിന്നെന്ന്. അങ്ങനെയുള്ള കർത്താവിനെ ആർക്ക് വേണം? പക്ഷെ മറ്റേ കർത്താവിനെ എല്ലാവർക്കും വേണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ? നടത്തുകയാണെ കർത്താവ് ഇങ്ങനെ വേണം നടത്താൻ. അത് കൊള്ളാം. പക്ഷെ ഇത് വേണ്ട. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ കർത്താവിന്റെ ജീവിത ഉപദേശം ഉള്ളതുപോലെ പകർത്തി കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന, ഒന്നാം തലമുറയിൽ കർത്താവിനൊപ്പം നടന്ന് കേട്ട് സഞ്ചരിച്ച് അനുഭവിച്ച, സകലത്തിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരുടെ എണ്ണം കുറയുകയും, കേട്ടുകേൾവി കൊണ്ടും പ്രസംഗം കേട്ടു വിശ്വാസത്തിൽ വന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതിനാൽ ആ ഒറിജിനാലിറ്റി അതേപടി പകർത്തി പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ വന്നു. അപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ കൂടെ നടന്ന് ഉപദേശങ്ങൾ കേട്ട് താൻ ചെയ്ത അത്ഭുതങ്ങൾക്ക് മുഴുവനും സാക്ഷ്യം വഹിച്ച്, സകലത്തിനും സാക്ഷ്യം വഹിച്ച്, ഏതാണ്ട് തുടക്കം മുതൽ, നോട്ട് ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് ഞാൻ പറയത്തില്ല, നോട്ട് ഫ്രം ദ വെരി ബിഗിനിങ്, അല്പം കഴിഞ്ഞിട്ട്. കാരണം കർത്താവ് ശിശു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണല്ലോ പത്രോസിന്റെ പടകി വന്ന് കയറുന്നത്. അവിടെ മുതലാണല്ലോ കർത്താവിന് പത്രോസിനെ കൂടെ കൂട്ടുന്നത്. അവിടെ മുതൽ ഏതാണ്ട് അവസാനം വരെയുള്ള മുഴുവൻ ശുശ്രൂഷയ്ക്കും പത്രോസ് സാക്ഷ്യം വഹിച്ചത് കൊണ്ട് പത്രോസ് നല്ലൊരു പ്രസംഗിയാണെന്നുള്ള ഒറ്റ പ്രസംഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ശരിയല്ലേ? 3000 പേരെ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടു. അതിനകത്ത് പ്രാസമില്ലായിരുന്നു, ലോകചരിത്രമില്ലായിരുന്നു, സയൻസ് ഇല്ലായിരുന്നു, ചന്ദ്രനിൽ എന്ത് നടക്കും, ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. വചനം പ്രസംഗിച്ചു, 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഇന്ന് പ്രാസമുണ്ട്, സയൻസ് ഉണ്ട്, പിന്നെ ശാസ്ത്രീയമായ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു, ഇതെല്ലാം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഇഷ്ടംപോലെ കേൾക്കാനും ആളുകളുണ്ട്. ഇല്ലാത്തൊരു കാര്യം പത്രോസിന്റെ പ്രസംഗത്തിന്റെ അവസാനം നടന്ന സംഭവം മാത്രം ഇല്ലേ? സ്തോത്രം. പോട്ടെ, ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് അനുഗ്രഹിച്ചോണം. അപ്പൊ ഇത് ഭംഗിയായി പ്രസംഗിക്കുന്ന ആളാണ് ആര്? പത്രോസ്. കാരണം കർത്താവിന് സകല ശുശ്രൂഷയ്ക്കും പത്രോസ് സാക്ഷ്യം വഹിച്ച് എല്ലാറ്റിനും കൂടെ നിന്ന് സ്വർഗാരോഹണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന്, സ്വർഗാരോഹണം എന്ന് വേണ്ട സകല ശുശ്രൂഷയ്ക്കും പത്രോസ് സാക്ഷ്യം വഹിച്ചു. പക്ഷേ ഈ വിശ്വാസികൾക്ക് മനസ്സിലായി ഓരോരോ ഭക്തന്മാർ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ പത്രോസും പിടിക്കപ്പെടും, പത്രോസും കൊല്ലപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ മർക്കോസിന്റെ സുവിശേഷമാണ് ഈ പറയുന്നത്. അതെഴുതിയ സാഹചര്യം ഇതൊന്നും അറിയാതെ ദയവേത് സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് അന്നും പോകരുത്. ഇതിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തിയും വീരപ്രവൃത്തിയും റൈറ്റിനവും മാത്രം പറഞ്ഞു പോകാതെ അതെഴുതിയ കോണ്ടസ്റ്റ് എന്ന് അറിഞ്ഞേച്ച് ഞാൻ ഇന്ന് പകലും ഈ വയ്യാതെ കിടന്ന കാരണം
ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കി ദൈവമേ കുറച്ച് കൊച്ചു പെമ്പിള്ളേരൊക്കെ എല്ലാം അങ്ങ് ശുശ്രൂഷ. നിങ്ങൾ വിചാരിക്കും ഷാജിപ്പാസിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞ സകല ആൾക്കാരും ശുശ്രൂഷ ചെയ്യണമെന്ന്, സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ ഏൽപ്പിച്ച ശുശ്രൂഷ, അല്ലാതെ എല്ലാം കൂടെ കയറി ചെയ്യണമെന്നല്ല. അതിന്റെ ആ പുസ്തകത്തിന്റെ പദപ്രയോഗം എന്താ, അർത്ഥം എന്താ, കോണ്ടസ്റ്റ് എന്താ ഒന്നും അറിയാതെ പിള്ളേർ കിടന്നുണ്ട് ഏതാണ്ടൊക്കെ പറയുമ്പോൾ കാര്യം അറിയാതെ കുറെ ജനങ്ങൾ കൈയടിക്കുകയും വേളം വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ ദൈവസഭയുടെ എന്താ പറയാ ആത്മിക സ്ഥിതി എത്ര പരിതാപകരമാണെന്ന് ഞാൻ ചിന്തിക്കുക. ഞാനിത് കണ്ടു വിട്ടു, കാരണം എനിക്ക് അതിനെ വിമർശിക്കുകയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പം പുള്ളി ഏതാണ്ട് വലിയ പുള്ളി ആയതുകൊണ്ടും മറ്റുള്ളവരുടെ മോശക്കാരായതുകൊണ്ട് ആ പുള്ളി എല്ലാവരും വിമർശിക്കുന്നത് വരും. ഞാൻ അതല്ല, ആ വന്ന ജനത്തിന്റെ ആത്മിക നിലവാരം എന്തുമാത്രം ഉണ്ടാകും ഞാൻ ചിന്തിച്ചു പോയി എന്നേ ഉള്ളൂ. പോട്ടെ, ഞാൻ മടങ്ങി വരാം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ പത്രോസും പിടിക്കപ്പെടും. ആൻഡ് ഹി വിൽ ബി പുട്ട് ഇൻ ഡെത്ത്. ഉറപ്പാ, പത്രോസിനെയും കൊല ചെയ്യും എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എന്താണ് മാർഗം? അത് ഇവർക്ക് മനസ്സിലായെന്നുള്ളത് മാത്രമല്ല, പത്രോസിന് അത് ബോധ്യപ്പെട്ടെന്നുള്ളതാണ്. എനിക്കതാണ് ഏറ്റവും സന്തോഷം. പിടിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ ആർക്ക് പിടികിട്ടുന്നറിയാമോ? പത്രോസിന് പിടികിട്ടി. പത്രോസ് പറയാ, എന്റെ കൂടാരം പൊളിയാൻ സമയമായി. സ്തോത്രം. കണ്ടോ? പത്രോസിനും ബോധ്യമായി ഞാൻ അതിനാൾ പോകത്തില്ല, സംഗതി വശക്കടക്കാൻ പോവുകയാണ്. അതിന് പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഈ പറയും പോലെ എന്റെ കൂടാരം പൊളിയാനുള്ള സമയമായി എന്ന് പത്രോസ് കൃത്യം പറഞ്ഞു. അപ്പോഴത്തെ പ്രശ്നം വിശ്വാസികൾ ആ പാടെ പറഞ്ഞു. അങ്ങനെ വന്നാൽ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ പീറ്റർ? അതാണ് അടുത്ത പ്രശ്നം. പത്രോസ് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും, ഇറ്റ്സ് ഓക്കെ, ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ പീറ്റർ? പത്രോസിന് ശേഷം എന്തായിരിക്കും സ്ഥിതി? Because nobody is there to carry on this message. ആരാണ് ഈ സന്ദേശം അതേപടി വഹിച്ച് ലോകത്തിന് ജനത്തിന് പകർച്ചു കൊടുക്കാൻ ആരുണ്ട്? പത്രോസും സാഹചര്യം ഇങ്ങനെ അവിടെ പിടിക്കപ്പെടാൻ സാധനം പിടികിട്ടി. അപ്പോൾ ഒരു കാര്യം എന്നറിയാമോ? വിശ്വാസികൾ എല്ലാവരും മർക്കോസിന്റെ അടുക്കൽ വന്നു. മർക്കോസിന്റെ അടുക്കൽ വന്നിട്ട് മർക്കോസിനോട് ചോദിച്ചു, അങ്ങ് പത്രോസിന്റെ ട്രാൻസ്ലേറ്റർ അല്ലേ? വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന അങ്ങല്ലേ? അതുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് ഒന്ന് എഴുതി സൂക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് എഴുതി തരികയായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയ ഗുണമായേന്. കാരണം പത്രോസ് കർത്താവിനെ പിൻഗമിക്കുകയും നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രസംഗം മർക്കോസ് എന്ന അങ്ങാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാലും പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഞങ്ങളെക്കാൾ അങ്ങേക്ക് കുറെ കൂടെ എന്താ പറയാ നിശ്ചയമുള്ളതിനാൽ ദയവായി അങ്ങ് ഇതെന്ന് എഴുതി ഒരു പുസ്തകമായി സൂക്ഷിച്ചാൽ അത് വരും നാളുകളിൽ ജനങ്ങൾക്കത് പ്രയോജനമായി തീരുമെന്ന് ജനങ്ങൾ മർക്കോസിനോട് പറഞ്ഞു. ആ കാലത്ത് നമുക്കറിയാം, പ്രിന്റിംഗ് പ്രസ് ഇല്ല, ടൈപ്പ് റൈറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. കുത്തിയിരുന്ന് കയ്യെഴുത്ത് പ്രതിയായിട്ട് എഴുതുക അല്ലേ? അങ്ങനെയാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത്. സ്തോത്രം. 1 മുതൽ ഏതാണ്ട് 11 വരെയുള്ള 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഏതാണ്ട് 11 അധ്യായങ്ങൾ പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ടെഴുതുകയും ബാക്കിയുള്ളത് മർക്കോസ് നേരിട്ട് കണ്ട് അനുഭവിച്ചത് ഞാൻ അതിൽ ഒടുവിൽ വരുമ്പോൾ പറയാം. ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആകണ്ട, അതിന്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മർക്കോസ് ഈ സുവിശേഷം എഴുതി, ഒപ്പം കൂടെ വേറെ ആൾക്കാർ വരുന്ന എഴുതാൻ തുടങ്ങി. മർക്കോസ് എഴുതിയത് നോക്കി വേറെ ആൾക്കാരും പല ആളുകൾ എഴുതി പല പുസ്തകങ്ങളായിട്ട് എന്ത് ചെയ്തു, അത് വായിച്ചതിന് ശേഷം ഓരോ സഭകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരറിവുള്ള സഭകളിലൊക്കെ എഴുത്ത് കൊടുത്തു വിടും. അവരത് വായിച്ച് തീർന്നതിന് ശേഷം ആ സഭയിലെ മൂപ്പൻ ആ സുവിശേഷനകത്ത് എൻഡോഴ്സ് ചെയ്യും. എന്താ ചെയ്യുന്നറിയാമോ? മൂപ്പൻ അത് എൻഡോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ പുസ്തകം ഇവിടെ വായിച്ചു,
ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായി ബോധ്യമുള്ളതും സത്യവും വിശ്വാസ യോഗ്യവുമായിരിക്കുന്നുവെന്ന് മൂപ്പൻ സാക്ഷ്യപ്പെടുത്തണം. ഒരു മൂപ്പന്റെ യോഗ്യത മനസ്സിലായോ? അല്ലെങ്കിൽ ഉത്തരവാദിത്തം മനസ്സിലായോ? സഭയിൽ വായിച്ച പ്രസംഗിച്ച വിഷയങ്ങൾ ശരിയാണെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്നും അദ്ദേഹം ഒടുവിൽ എന്ത് ചെയ്യണം? എൻഡോസ് ചെയ്ത് സൈൻ ചെയ്ത് വിടണം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ഇനി മൂപ്പന്മാരുടെ ജോലി. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ സഭയെ വന്ന് എന്തു പറഞ്ഞാൽ ഉടനെ കൈപൊക്കി ആമയും പറയുന്നവനല്ല മൂപ്പൻ. മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമുള്ള ആളെന്നുള്ള അർത്ഥത്തിലുമല്ല, സ്പിരിച്വലി മെച്ചുവേർഡ് എന്ന അർത്ഥത്തില്. മനസ്സിലായല്ലോ? സ്പിരിച്വലി മെച്ചുവേർഡ്, ആത്മീയമായി പക്വതയും പാകതയും ഉള്ളവൻ എന്നുള്ള അർത്ഥത്തില്ല, വചനപരിജ്ഞാനമുള്ളയാൾ എന്നുള്ള അർത്ഥത്തില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. അപ്പോൾ ഉപദേശത്തിന്, വചനത്തിന്, പ്രമാണത്തിന് വിരുദ്ധമായി ഒരാൾ സഭയിൽ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ യു ആർ റോങ് എന്ന് പറയാൻ കെൽപ്പുള്ള മൂപ്പന്മാർ ദൈവസഭയിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ആരും കയറി എന്തും പറയാനുള്ള ധൈര്യം ദൈവസഭയിൽ കാണിക്കുകയല്ല. സ്തോത്രം. നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. കാരണം വേറെ ഒന്നുണ്ട് കാര്യം പറയാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാനത് എന്താ പറയാ, അത് പറയാതെ ഞാനത് സ്വയം വിഴുങ്ങി വിടുക. ഇപ്പൊ അത് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയാതെ വിടുക. അപ്പോൾ ഓരോ സഭയിലും വായിച്ചതിന് ശേഷം അത് എൻഡോസ് ചെയ്ത് ഇന്ന സഭയിൽ ഇന്നയാളത് വായിച്ചു, സഭയിൽ വായിച്ച് കേട്ടിരിക്കുന്നു, ശരിയാണ്, സത്യമാണ് എന്ന് പറഞ്ഞ് അടുത്ത ഇടത്തേക്ക് ഇത് വിടും. ഈ മർക്കോസ് ഈ സുവിശേഷം എഴുതിയപ്പോൾ അക്കോർഡിംഗ് ടു ദ മാർക്ക് എന്ന് എഴുതിയിട്ടല്ല. പിന്നെയോ ഇങ്ങനെ ഓരോ സുവിശേഷം വന്നപ്പോൾ ഓരോ സഭയിലും വായിച്ച് കഴിഞ്ഞ് മൂപ്പന്മാരാണ് പറഞ്ഞത്, ആഹാ ഇത് മർക്കോസ് എഴുതാണ് കേട്ടോ. അവരാ അതിന്റെ ചുവട്ടിൽ എഴുതി ചേർത്ത്, ഇത് മർക്കോസ് സുവിശേഷമാണ്, ഇത് ലൂക്കോസ് എഴുതിയതാ, ഇത് യോഹന്നാൻ എഴുതിയതാ, ഇത് മത്തായി എഴുതിയതാ. മൂപ്പന്മാർക്ക് ബോധ്യപ്പെട്ടിട്ട്, ഞാനിപ്പോ മർക്കോസ് സുവിശേഷം പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സുവിശേഷങ്ങൾ തന്നെയായിരുന്നു എഴുതപ്പെട്ടത്. അതിങ്ങനെ ഓരോ സഭയിലും വരുമ്പോൾ അവിടുത്തെ മൂപ്പന്മാര് തിരിച്ചറിയാൻ വേണ്ടി അവരാണിത്, ഇത് മത്തായി എഴുതിയ സുവിശേഷമാണെന്നും ഇത് ലൂക്കോസ് എഴുതാണെന്നും ഇത് യോഹന്നാൻ എഴുതാണെന്നൊക്കെ എഴുതുക. അക്കോർഡിംഗ് ടു ദ മാർക്ക്, അക്കോർഡിംഗ് ടു ലൂക്ക് എന്നൊക്കെ അവരാണ് എഴുതുക. അല്ലാതെ ഒരു കാരണവശാൽ ഇത് എഴുതിയ ആളുകൾ ഇത് മർക്കോസ് എഴുതുമ്പോൾ ഇത് ഞാൻ മർക്കോസ് എന്ന ഞാൻ എഴുതിയ സുവിശേഷം നോ. അവരാരും ഒരിക്കൽ പോലും എഴുത്തുകാരെ ഒരു കാരണവശാലും രംഗത്ത് കാണിച്ചുകൊണ്ട് എഴുതിയിട്ടല്ല, അവരാരും എഴുതിയിട്ടില്ല. ഈ മൂപ്പന്മാർ സഭകളിൽ ഇങ്ങനെ വന്നപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി അവരാണിത് മർക്കോസ് എഴുതിയതാണ്, ഇത് ലൂക്കോസ് എഴുതിയതാണ്, ഇത് യോഹന്നാൻ എഴുതിയതാണ്. അല്ല ഒരിടത്തും ഈ എഴുത്തെഴുതിയവരുടെ പേരാരും എഴുതിയിട്ടില്ല. പക്ഷെ വായിച്ചപ്പോൾ മൂപ്പന്മാർക്ക് മനസ്സിലായി ഇത് മർക്കോസ് ആണ്, ഇത് യോഹന്നാനാണ്, ഇത് ലൂക്കോസ് ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരാണത് എഴുതുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെക്കുറിച്ച് സാക്ഷ്യം നമ്മൾ തന്നെ അല്ല പറഞ്ഞ, ലോകം പറയണം. ഇതിനകത്തെല്ലാം മർമ്മമുണ്ടെന്നേ. സ്തോത്രം. അത് ഇന്നയാളുടെ പ്രസംഗമാണ്, ഇന്നയാളുടെ പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ തന്നെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പെട്ടെന്ന് സൗഖ്യമായി എന്ന് നമ്മൾ തന്നെ പറഞ്ഞു നിന്ന എന്താ ഗുണം? ഞാൻ അങ്ങോട്ട് ഒറ്റ പ്രാർത്ഥന, എന്തോന്നു പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥന തമ്പുരാൻ എന്നെ പേടിച്ചു. എന്തൊന്ന് നെകളിക്കാൻ? നോ. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്നതോ ദൈവമത്രേ. മഹത്വം മുഴുവൻ ദൈവത്തിന്, നമുക്കിതിനകത്ത് ഒരു റോളും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കാം. സ്തോത്രം. ഞാൻ അവരോട് നീങ്ങുന്നു. ഒരിടത്തും ഇവരുടെ പേരോ അഡ്രസ്സോ നാളോ എഴുതിയിട്ടില്ല. ഈ ജനങ്ങൾ വന്നിത് ആവശ്യപ്പെട്ടുള്ള ഈ സുവിശേഷം എഴുതണമെന്ന് ഉടനെ മർക്കോസ് എന്ന് പത്രോസിനോട് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസികളൊക്കെ വന്ന് ഇന്നപോലെ പറയുന്നു ഈ ചരിത്രമൊക്കെ ഒന്ന് എഴുതണമെന്ന്. അപ്പൊ എന്താ ചെയ്യേണ്ട? അങ്ങയുടെ അഭിപ്രായം എന്താ? ന്യായമായിട്ടും
യജമാനോട് ഒരു അഭിപ്രായം അനുവാദം ചോദിക്കുന്നത് സാമാന്യ മര്യാദയാണല്ലോ. ആ മര്യാദ വെച്ചാണ് മർക്കോസ് പത്രോസിനോട് ചെന്ന് ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ വിശ്വാസികൾ പറയുന്നല്ലോ, ഞാനിത് എഴുതണോ, എന്താ ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, ഡു ഇറ്റ്. ഡോണ്ട് ഡു ഇറ്റ്. നിനക്ക് എഴുതണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ വേണ്ട. പ്രോത്സാഹിപ്പിക്കാനും പോയില്ല, നിരാശപ്പെടുത്താനും പോയില്ല. ഞാൻ ചില സമയത്ത് പത്രോസിന്റെ കാര്യം ഓർക്കുമ്പോൾ അതിശയിച്ചു പോയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ പത്രോസിൻ്റെത്. ഉപദേശിമാർ ഇതുപോലെ വാരി അലക്കുന്ന ഒരു അപ്പോസ്തലൻ വേദോസത്തിനകത്തുണ്ടെങ്കിൽ വേറെ ഇല്ല. വേദോസത്തിലല്ല, ഉപദേശിമാരുടെ പ്രസംഗത്തിനകത്ത് പത്രോസിനിട്ട് അങ്ങ് കൊല്ലാക്കൊല ചെയ്യും. കാരാത്തി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഉറക്കത്തിന്റെ ആധിക്യം കൊണ്ട് ദൂതം വന്നിട്ട് പോലും താൻ അറിഞ്ഞില്ല. അവസാനം വിലാപ്പുറത്ത് തട്ടി. പത്രോസിൽ അതിന്റെ വെല്ലുവിളിയാണെങ്കിലും എവിടെ തട്ടിയാൽ പത്രോസുമാർ എഴുന്നേക്കുന്നു ദൂതൻ അറിയാം എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിക്കാൻ. ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പത്രോസ് ഉറങ്ങിയതിന്റെ കാര്യം എന്താണെന്ന്. നമ്മൾ 2-3 ക്ലാസ്സിന് മുമ്പാണ് അത് പറഞ്ഞത്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ നമ്മൾ കണ്ടു, പക്ഷേ മറിച്ച് 3 പ്രാവശ്യം യഥാസ്ഥാനപ്പെടുന്ന പത്രോസ് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പത്രോസ് എങ്ങനെ മരിക്കണമെന്നും അത് കർത്താവ് നേരിട്ട് പറഞ്ഞ രംഗമൊക്കെ ഞാൻ വാക്യത്തിലൂടെ ചൂണ്ടിക്കാണിച്ചില്ലേ. ആ കോണ്ടക്സ്റ്റൊന്നും അറിയാതെ ദയവായി പത്രോസിനെ കൊല്ലാകൊല ചെയ്യരുത്. എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ് പത്രോസ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. മർക്കോസ് ഈ റിക്വസ്റ്റ് മുമ്പോട്ട് വെച്ചപ്പോൾ പത്രോസ് നൈദർ ഹിൻഡർ നോട്ട് പ്രൊമോട്ട്. തടസ്സവും പറഞ്ഞില്ല, എന്നാൽ എന്റെ കാര്യം അല്പം കൂട്ടി എഴുതേക്കണമെന്നും പത്രോസ് പറഞ്ഞില്ല. ഒന്നിനും വിട്ടുകൊടുക്കാം, നിന്റെ ഇഷ്ടം പോലെ ജീവിതം പറഞ്ഞ് വിട്ടുകൊടുക്കുക. അങ്ങനെ വന്നപ്പോഴാണ് മർക്കോസ് എന്ത് ചെയ്തത്? ഈ കാര്യങ്ങളെല്ലാം പത്രോസിനോട് കൂടെ നിന്ന് ആദ്യമായി പ്രസംഗിച്ച സമയം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം റീകാൾ ചെയ്യാൻ തുടങ്ങി. ഓർമ്മയിൽ നിന്ന് ചെകഞ്ഞെടുത്ത് മൊത്തം എഴുതി. നിങ്ങള് സമയം കിട്ടും മർക്കോസ് വായിച്ചു നോക്കും. വാസ്തവത്തിൽ മർക്കോസ് ഇത് മൊത്തം എഴുതി തീർത്തില്ല. എനിക്ക് ആ ഭാഗം പറയുമ്പോൾ അല്പം ഫീൽ ചെയ്യും. 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ പത്രോസ് എഴുതി തീർത്തു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പത്രോസിന്റെ എഴുത്ത് അവസാനിച്ചു. 9 മുതൽ 20 വരെയുള്ള വാക്യം മറ്റുള്ളവർ എഴുതി കൂട്ടിച്ചേർക്കുക. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ബ്രാക്കറ്റിനകത്തല്ല കിടക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കണം. 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വരെ മർക്കോസ് എഴുതിയുള്ളൂ. ഒരു പുസ്തകം എഴുതി അവസാനിക്കേണ്ട യാതൊരു പാറ്റേണും അനുസരിച്ചല്ല ആ പുസ്തകം അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം മുതൽ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കും. കാരണം 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എഴുതി കഴിഞ്ഞപ്പോഴേക്കും മർക്കോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടോ? ഇതെല്ലാം മനസ്സിൽ വെക്കാതെ ഒരു കാരണവശാലും മർക്കോസ് ശേഷം വായിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യരുത്. സഭയിൽ ഒരു ചെറിയ പ്രസംഗം പറയുന്നോ പ്രബോധനം പറയുകയോ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് പോകുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എഴുതി കഴിഞ്ഞപ്പോൾ മർക്കോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾ ഇപ്പൊ തന്നെ 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു നോക്കിയിട്ട് അടുത്ത വാക്യങ്ങൾ നോക്ക്, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുക. തന്നോട് കൂടെ ഉണ്ടായിരുന്നവർ എഴുത്തുകാർ അവരെഴുതി ചേർത്താണ് വാക്യം. അതുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക എന്താ പറയുക തിയോളജിയൻസ്മാര് പറഞ്ഞ അത് മർക്കോസിന്റെ വാക്കുകളല്ല, പത്രോസിന്റെ വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ അതിനോടിൽ പറയുന്ന ഉപദേശങ്ങളും നമുക്ക് ബാധകമല്ല. വിശ്വസിക്കാൻ സ്നാനമേൽക്ക് ഞാൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവ ശിക്ഷാവിൽ അകപ്പെടും എന്നുള്ള വാക്ക് മർക്കോസ് പറഞ്ഞതോ പത്രോസ് പറഞ്ഞതോ അല്ല, മറ്റുള്ളവർ എഴുതി ചേർത്തതല്ലേ. പിന്നെ നമുക്ക് എങ്ങനെ ബാധകമാകും എന്നൊക്കെ ഇന്നത്തെ പുതിയ കുറെ വേദശാസ്ത്ര അജ്ഞന്മാരുണ്ട്. സ്വോത്രം മനസ്സിലാകുന്നുണ്ടോ? ഭൂലോക വിഡിത്തൊന്നും പറയരുത്. ബുക്ക് ഓഫ് ഫാക്ട്സ് മുഴുവൻ വായിച്ചു നോക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആദ്യത്തെ 12 അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ പത്രോസിന്റെ ശുശ്രൂഷയും 14 മുതൽ 28-ാം അധ്യായം വരെ പൗലോസിന്റെ ശുശ്രൂഷയുമാണ് അപ്പോസ്തല പ്രവൃത്തി.
11-ാം അധ്യായത്തിൽ പൗലോസിന്റെ ബർന്നബാസിനെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കും. 12-ാം അധ്യായം വരെ പത്രോസ് തന്നെയാണ്. നിങ്ങൾ നോക്കണം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പത്രോസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പത്രോസ് പറഞ്ഞ കാര്യം, ഉപദേശമായി സ്ഥാപിച്ച കാര്യം, പത്രോസ് കർത്താവ് നേരിട്ട് കേട്ട കാര്യം, മുൻപ് താൻ പ്രസംഗിച്ചിട്ടുള്ളത് പരിഭാഷപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. തന്റെ സഹപ്രവർത്തകർ മാർക്കോസിന് വേണ്ടി അത് എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മർക്കോസിൻ്റെതല്ല എന്ന് വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. സ്തോത്രം. എനിക്കറിയാം, ഞാനിപ്പോ ഇത് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്. അല്ലെ നിങ്ങളതെല്ലാം മുഴുവൻ മർക്കോസിന്റെ ആണെന്ന് പറഞ്ഞു പോകൊണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാതിരിക്കുകയായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നാലും ഉള്ളതുപോലെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ലത്. ബാക്കിയും മർക്കോസിന്റെ വാക്കുകളാന്ന് പറഞ്ഞ് നിങ്ങൾ പോകത്തേ ഉള്ളൂ. അതായത് ശരി, മർക്കോസിനെ തന്നെയാണ്. പക്ഷെ കൈകൊണ്ട് എഴുതിയത് മർക്കോസ് അല്ല എന്ന് മാത്രമേ ഞാൻ പറയാൻ അർത്ഥമുള്ളൂ. അത് മർക്കോസിൻ്റെതല്ല എന്ന് വരുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതാണ് മർക്കോസിന്റെ സുവിശേഷം എന്ന അതിപ്രധാനമായ പുസ്തകത്തിന്റെ ഏതാണ്ടൊരു പശ്ചാത്തലം. ഡീറ്റെയിൽ സ്റ്റഡി അല്ല. ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരുമല ചെല്ലാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാകുകയാണ്. താൻ എഴുതുമ്പോൾ താൻ എഴുതിയതാണ് ഈ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലെ ആദ്യ പുസ്തകം തന്റെ എഴുത്താകുമെന്നൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും അല്ല മർക്കോസ് അത് എഴുതിയത്. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഈ സുവിശേഷം എഴുതിയ മർക്കോസ് പിന്നീട് കർത്താവിന്റെ പിൻഗാമിയായി, ഒരർത്ഥം പറഞ്ഞ ശിഷ്യനായി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നേരിട്ടല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. എന്നാൽ പിന്നീട് നമ്മളെല്ലാം ശിഷ്യരായതുപോലെ തന്നെ മർക്കോസും വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ധീരനായ ഒരു പിൻഗാമിയായി, യാതൊരു കുറ്റവുമില്ലാത്ത അനിഷേധ്യനായ ഒരു പിൻഗാമിയായി, അനുഗാമിയായി മുന്നോട്ട് നീങ്ങുന്ന രംഗം നമുക്ക് കാണാം. അതിന്റെ കാരണം ഞാൻ പറയാം. ഞാൻ മുൻപ് മർക്കോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മർക്കോസിന്റെ മുഴുവൻ പേര് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാൻ, ജോൺ മാർക്ക്. യോഹന്നാൻ എന്നത് മർക്കോസിന്റെ ഫാദറിന്റെ പേരാണ്, അപ്പന്റെ പേരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട്, വിശ്വസിക്കരുത്. ജെറുസലേമിൽ സ്വന്തമായ വീടുണ്ടായിരുന്ന ധനാഢ്യനായ മനുഷ്യനായിരുന്നു ആര്? യോഹന്നാൻ. ആ യോഹന്നാനുമായി വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്ന വളരെ സുദൃഢമായ ബന്ധം തന്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും ഒക്കെ ഒത്തിരി ആക്കം കൂട്ടിയെന്നും, അതുകൊണ്ട് പല ശുശ്രൂഷയും യോഹന്നാന്റെ അല്ലെങ്കിൽ മർക്കോസിന്റെ മാളിക മുറി എന്നൊക്കെ അറിയപ്പെടുന്ന അവിടെ വെച്ച് നടന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി ഞാൻ കണക്കാക്കാം. നമുക്കറിയാം, ഈ മർക്കോസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ 4 പേര് ഒന്ന് രംഗത്തൊന്നും മർക്കോസ് വരികയില്ല, ഒളിഞ്ഞും മറിഞ്ഞു നിന്നൊക്കെ നോക്കൊള്ളാൻ. കർത്താവ് ശിഷ്യന്മാര് പെസഹ ആചരിക്കാൻ മർക്കോസിന്റെ വീട്ടിൽ വന്നു, അല്ലേ? മാളികമുറി, മർക്കോസിന്റെ മാളികമുറി എന്ന് പറയുന്നത്. അവിടെ വന്നു. അപ്പോൾ വിരിച്ചൊരുക്കിയ വൻമാളികയാണ്, ശുശ്രൂഷയ്ക്ക് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. അപ്പം മർക്കോസ് ഇങ്ങനെ വാതിലിനും മറിഞ്ഞും കത്തനും മറിഞ്ഞും ഒക്കെ നിൽക്കുന്നേ ഉള്ളൂ, നേരിട്ട് രംഗത്തൊന്നും വരുന്നില്ല. ഞാൻ എന്തെന്ന് പറയുന്നറിയാമോ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞതിലേക്ക് ഒരു മിസ്റ്റേക്ക് ഞാൻ അതിപ്പോൾ ചെക്ക് ചെയ്യുന്നു. 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയാണ് മർക്കോസ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും തിരുത്തിക്കോണേ. 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ പത്രോസ് പറഞ്ഞു കേട്ട എന്താ പറയാ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് മർക്കോസ് എഴുതിയത്. 1-ാം അധ്യായം 9-ാം അധ്യായം വരെ. 10 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ മാർക്കോസ് നേരിട്ട് കണ്ട കാര്യങ്ങൾ. ഞാനിപ്പോ ഇത് പറയാൻ പോകുമ്പോൾ ഒന്ന് കൺഫേം ചെയ്തില്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. അതുകൊണ്ട് 10 മുതൽ 16 വരെയുള്ള കാര്യങ്ങൾ മാർക്കോസ് നേരിട്ട് കണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ തുടങ്ങാൻ കാര്യം. നോക്കൂ, കർത്താവ് ശിഷ്യന്മാരുടെ പെസഹ ആചരിക്കുമ്പോൾ മർക്കോസ് ഇതെല്ലാം നേരിട്ട് പോയി നിന്ന് കണ്ടു നോക്കി ഗ്രഹിക്കാതെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഇങ്ങനെ മർക്കോസ് ഗ്രഹിക്കുക. അങ്ങനെ താൻ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ കർത്താവിന്റെ പല ശുശ്രൂഷയ്ക്കും സാക്ഷ്യം ഭക്തിയും മർക്കോസിനെ തന്നെ എഴുതിയിട്ടുണ്ട്.
പക്ഷെ മർക്കോസ് താൻ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച എപ്പോഴും കിട്ടുകയല്ലേ ഉള്ളൂ. ഞാൻ പറയാം. അപ്പോൾ മർക്കോസ് ഇതൊക്കെ ഇങ്ങനെ വളരെ കാര്യമായി വീക്ഷിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് വന്നിട്ടല്ല. പിന്നെ എന്ത് എന്നറിയാമോ? ശ്രദ്ധിക്കേണ്ട കാര്യം, പെസഹ ആചരിക്കാനായിട്ട് അവരവിടെ വന്നു. എവിടെ? വീട്ടിൽ വന്നു. അവിടെ നടന്ന കാര്യത്തിനൊക്കെ മർക്കോസ് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെ കൃത്യമായി ബോധ്യപ്പെട്ട മർക്കോസ് എഴുതി തന്നെയാണ്. 9 മുതൽ 20 വാക്യത്തിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള എഴുതി ചേർത്തത്. അത് നമുക്ക് 100-ന് 200% വിശ്വസിക്കാം. മർക്കോസ് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. പെസഹ ആചരിക്കുന്നു, ശിഷ്യന്മാരെല്ലാം ഇരിക്കുന്നു. താൻ ആദ്യമായി കാണുന്ന രംഗം, അരയിൽ തോർത്തുമുടുത്ത് കയ്യിൽ ഒരു പാത്രം വെള്ളവുമായി ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന കർത്താവിനെയാണ് മർക്കോസ് ആദ്യം കാണുന്നത്. മർക്കോസ് അന്തം വിട്ടുപോയി. ഇത്രയും വലിയൊരു ഗുരു, സ്മിഖ ഉള്ള റാബായി ചെയ്യുന്ന കാഴ്ച കണ്ട മർക്കോസ് അന്തം വിട്ടിരിക്കുക. വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. ഓരോരുത്തരുടെയും കാല് കഴുകി. പിന്നീട് നടന്ന മുഴുവൻ ഉപദേശങ്ങളും കൃത്യമായി മർക്കോസ് നേരിട്ട് കേട്ടു. എല്ലാം നേരിട്ട് കേട്ടു. ശിഷ്യന്മാരെ ഉപദേശിച്ചത്, പറഞ്ഞത്, തന്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർത്തലിനെ കുറിച്ചും പറഞ്ഞതെല്ലാം കൃത്യമായി നേരിട്ട് മർക്കോസ് കേട്ടു. മർക്കോസ് ആ സമയത്തെല്ലാം ആരും അറിയാതെ ഒരു ഡിസ്റ്റൻസിൽ ഇവരെല്ലാം ഫോളോ ചെയ്ത് പോവുകയാണ്. നമുക്കറിയാം, അവിടെ അന്ത്യത്താഴം നടക്കുന്നു. നമ്മൾ പറയുന്ന തിരുമേശ സ്ഥാപിച്ചു, അതിന്റെ ഉപദേശം കൊടുത്തു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കറിയാം, യോഹന്നാന്റെ വീട്ടിൽ നിന്ന് കർത്താവ് അന്ത്യത്താഴം കഴിഞ്ഞ് നേരെ ഇറങ്ങി യെരൂശലേം ലക്ഷ്യമാക്കി പോവുകയാണല്ലോ. അവിടെ നിന്ന് ഇറങ്ങി കിദ്രോൻ തോട് കടന്ന് ഗെഥസമനയിലെത്തി. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. മറ്റൊരു സുവിശേഷകന്മാരും എഴുതാത്ത വണ്ണം കൃത്യമായി ക്ലാരിറ്റിയോടെ ഗെഥസമനയുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതുന്ന മർക്കോസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കണം. അവിടെ വന്ന് ഈ ഗെഥസമൻ ധാരാളം ഒലിവ് ട്രീസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇവര് പോയ പുറകെ വാസ്തവത്തിൽ മർക്കോസ് ഉറങ്ങാൻ വേണ്ടി തയ്യാറായി കിടക്കുക. ഇവര് രാത്രി, കാരണം ഈ ടീച്ചിങ് എല്ലാം കഴിഞ്ഞ് എന്താ പറയാ, കർത്തൃമേശയെല്ലാം സ്ഥാപിച്ചെല്ലാം കഴിയുമ്പോൾ നേരം വെളുക്കാറാവും. അല്ലാതെ നമ്മൾ കർത്തൃമേശ നടത്തുന്ന പോലെ 10 മിനിറ്റ് കൊണ്ട് കർത്തൃമേശ നടത്ത്. ഇന്ന് PYP മീറ്റിംഗ് ഉള്ളത് കൊണ്ട് പ്രസംഗ ശുശ്രൂഷ ഇല്ല. കർത്തൃമേശ വേഗം നടത്തി. ഒന്നെങ്കിൽ PYP ഉണ്ടെങ്കിൽ കർത്തൃമേശ കാണുകയില്ല, അല്ലെങ്കിൽ പ്രസംഗം കാണുകയില്ല. PYP ഉണ്ടെങ്കിൽ അതിന്റെ ഗുണമുണ്ട്. കാരണം PYP ആണ് കർത്തൃമേശയ്ക്കും അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്കും തടസ്സം. പോട്ടെ, യൂത്ത് മീറ്റിംഗ് ഉള്ളതെന്ന് ഒന്ന് കട്ടാകും എന്നുള്ളത് ഓർമ്മ. ഇവിടെ അങ്ങനല്ല, ദീർഘമണിക്കൂറുകൾ എടുക്കും. അപ്പം മർക്കോസ് ഉറങ്ങാൻ വേണ്ടി കിടന്ന ആൾ അന്നേരമാണ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാരും പോകുന്ന രംഗം മർക്കോസിന് പിടികിട്ടിയത്. അപ്പൊ അവര് പോയപ്പോൾ കിടന്ന പത്രോസ് ആ പുതപ്പും പൊതിച്ചുകൊണ്ട് പുറകെ, എന്താ അടുത്ത പരിപാടി എന്നറിയാൻ പുറകെ പോയി. അങ്ങനെ ചെന്ന്, ഞാൻ പറഞ്ഞല്ലോ, കിദ്രോൻ തോട് കടന്ന് അരങ്ങൊക്കെ നമുക്ക് പിന്നെ പറയാം, നേരെ ഗെഥസമനിലെത്തി. ധാരാളം ഒലിവ് മരങ്ങൾ അവിടെ ഉണ്ട്. അവിടെ എന്ത് നടക്കുന്ന അറിയാൻ വേണ്ടി മർക്കോസിനെ നോക്കി. ഒരു മരത്തിന് മറഞ്ഞ് നിൽക്കുക. അപ്പൊ കാണുന്ന കാഴ്ച, ശിഷ്യന്മാരെല്ലാം, പ്രത്യേകിച്ചും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേരും ഒരു സൈഡിൽ തുണിയൊക്കെ വിരിച്ച് അതൊക്കെ ഉറക്കാൻ തുടങ്ങി. കർത്താവ് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. മർക്കോസ് ശ്രദ്ധിച്ചു, എന്താ പ്രാർത്ഥിക്കുന്നത്. ഉയരങ്ങളിലേക്ക് കണ്ണു നോക്കി വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിക്കുക, അബ്ബാ,
അബ്ബാ അബ്ബാ. ഈ വിളി മാർക്കോസ് ശ്രദ്ധിച്ചു. വാസ്തവത്തിൽ ആ പ്രാർത്ഥന മുഴുവൻ വളരെ കൃത്യമായി മാർക്കോസ് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ശരി. ഞാൻ മുമ്പ് പറഞ്ഞു, അതുകൊണ്ടാണ് ഗെത്സമനയിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി മാർക്കോസ് അല്ലാതെ വേറെ ആരും അത്ര ക്ലാരിറ്റിയോടെ വിവരിക്കുന്നില്ല. കണ്ണുനീരോടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച മാർക്കോസ് കണ്ടു തന്നെ ബലപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതന്മാർ കർത്താവിന്റെ അടുക്കൽ വരുന്നു. ദൂതന്മാർ തന്നെ ബലപ്പെടുത്തുന്നു. വീണ്ടും പ്രാർത്ഥിച്ച് ബലത്തോടെ കർത്താവ് എഴുന്നേറ്റപ്പോൾ ഒരു കൂട്ടം പടയാളികൾ വരുന്നു. ശിഷ്യന്മാർ നാലുപാട് ഓടി കർത്താവിനെ പിടിച്ചു. അങ്ങനെ പിടിച്ച് പട്ടാളക്കാരിൽ ഒരുത്തൻ ഈ മരത്തിന് മറിഞ്ഞു നിന്ന ഒരു കക്ഷിയെയും പിടിച്ചു. അവനോ പുതപ്പിട്ടേച്ച് നഗ്നനായിട്ട് ഓടി. ആരാന്നറിയാം? മർക്കോസാ. നിങ്ങളെ 14 അധ്യായം എടുത്ത് മർക്കോസ് സുവിശേഷം 14 അധ്യായം 51, 52 വാക്യം വായിച്ചേ. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. നിങ്ങൾ ആ രംഗം കണ്ടോ? ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിൽ പുതപ്പം പൊതിച്ച് മരത്തിന് മറിഞ്ഞു നിൽക്കുകയായിരുന്നു. പലരെയും പിടിച്ചു കൊടുത്തിട്ട് പട്ടാളക്കാരൻ കൊടുത്തു. ഇവനെ പിടിച്ചു ദേഹത്ത് പിടിച്ചിപ്പം പുതപ്പം പൊതിച്ചൊന്നും നിൽക്കുകയല്ല, പുതപ്പേരെ അപ്പിടുത്തം കിട്ടിയ അവനത് ഇട്ടേച്ച് ഓടി, നഗ്നനായിട്ട് ഓടിയെന്ന്. ആരാന്നറിയാവത്? മർക്കോസ് തന്നെയാണ്. ഞാനിതെല്ലാം കാണാൻ പുറകെ ചെന്നെന്നും അങ്ങനെ എന്നെയും പിടിക്കണ്ടായിരുന്നു കേട്ടോ. കൃപയാൽ പിടികൊടുക്കാതെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു, കർത്താവിന് മഹത്വം എന്നൊന്നും മർക്കോസ് പറഞ്ഞില്ല. അത് പറയുമ്പോഴും താനാണെന്നൊന്നും പറയുന്നില്ല. ഒരു ബാല്യക്കാരൻ പുതപ്പും പൊതിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. അതും വെറും ശരീരത്തിൽ അല്ല. അതുകൊണ്ട് ആ പുതപ്പ് പോയപ്പോ താൻ നഗ്നനായത് കണ്ടോ. ഒരു ബാല്യക്കാരൻ അവിടെ നിന്നു അവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പട്ടാളക്കാർ കൈ കിട്ടിയവരെ എല്ലാവരും പിടിച്ചു. ആ കൂട്ടത്തിൽ ഈ മരത്തിൽ മറിഞ്ഞവനെ പിടിച്ചു. അവനെ പിടിച്ചപ്പോൾ പുതപ്പും പൊതിച്ചോ നിൽക്കില്ല. പുതപ്പെ പട്ടാളക്കാരൻ പിടിച്ചപ്പോൾ അവനെ പുതപ്പ് വിട്ടേറെ ഒറ്റ ഓട്ടം. അതാരാന്നറിയാമോ? മർക്കോസ് തന്നെയാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾക്കെല്ലാം നേരിട്ട് സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് ആര്? മർക്കോസ്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയ ക്രൂശീകരണത്തിന് ഗെത്സമന കഴിഞ്ഞുള്ള കാര്യത്തിനൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ മർക്കോസ് അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാരണം താൻ നേരിട്ട് കണ്ട് കേട്ട് അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് കൃത്യമായി താൻ പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മർക്കോസ് സുവിശേഷം ഇന്ന് അവസാനിപ്പിക്കും. കാരണം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണമല്ലോ. പുതിയ നിയമത്തിൽ താൻ ഈ സുവിശേഷം എഴുതുമ്പോൾ സുവിശേഷത്തിലെ ആദ്യ പുസ്തകം ഇതാകുമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോറിറ്റി തന്റെ എഴുത്തിന് കിട്ടുന്ന ഓർത്തൊന്നും അല്ല മർക്കോസ് ഇത് എഴുതുന്നത്. താൻ ഇത് എഴുതുമ്പോൾ who had in his mind he writes this book, അത് എഴുതുമ്പോൾ മർക്കോസിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആരൊക്കെ, അതുകൊണ്ടൊന്നും അറിയുന്നല്ല തന്നെ. 2-3 പോരും ഞാൻ അതിനെക്കുറിച്ച് കൂടെ പറയാം. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും, നല്ലതാണ്. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഏർലി ബിലീവേഴ്സ് ഇൻ ദ ചർച്ച്, ദൈവസഭയിൽ ഉണ്ടായിരുന്ന ആദിമ വിശ്വാസികൾ തന്റെ മനസ്സിലൂടെ എഴുതുമ്പോൾ, ഏർലി ബിലീവേഴ്സ്, ആദിമ വിശ്വാസികൾ, അവരെ തൻ മനസ്സിൽ കാണുന്നു ഇത് എഴുതുമ്പോൾ. പത്രോസിന്റെ അനുവാദത്തോടെ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് മർക്കോസ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മറക്കരുത്.
ഒന്നാമതായി തന്റെ മനസ്സിലുണ്ടായിരുന്നത് ഏർലി ബിലീവേഴ്സ് ഇൻ ദ ചർച്ച്, ദൈവസഭയിലെ ആദിമ വിശ്വാസികൾ. ഏകദേശം കർത്താവിനെ കണ്ടവരും കേട്ടവരും അനുഭവിച്ചറിഞ്ഞ ചിലരെങ്കിലും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാകും, മുഴുവൻ പേരും അല്ലെങ്കിലും. അതുകൊണ്ട് തന്റെ എഴുത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരെതിർപ്പുണ്ടാകാമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഓരോ പുസ്തകങ്ങളും മൂപ്പന്മാർ വായിച്ചു നോക്കി ശരിയാണ് എന്ന ഉറപ്പുവരുത്തിന് ശേഷമാണ് മറ്റിടങ്ങളിലേക്ക് അത് വായിക്കാനായി കൊടുത്തുവിടുന്നത്. ഇപ്പോൾ ഈ സുവിശേഷം എഴുതുമ്പോൾ ഒന്നാമതായി ആദിമസഭാ വിശ്വാസികൾ മർക്കോസിന്റെ മനസ്സിലുണ്ട്. 2, റോമാക്കാർ മർക്കോസിന്റെ മനസ്സിലുണ്ട്. അവരെ ഉദ്ദേശിച്ചാണല്ലോ പ്രധാനമായിട്ട് ഇത് എഴുതുന്നത്. റോമാക്കാരെ ഉദ്ദേശിച്ചിട്ടാണല്ലോ മർക്കോസിന്റെ എഴുത്തിന്റെ ഒരു പ്രധാന ഭാഗം പോകുന്നത്. അതെന്താ കാരണം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഓർപ്പിച്ചു. സീസർ ഈസ് ലോർഡ്. റോമാക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് ദൈവം സീസറാണ്, അല്ലെങ്കിൽ കൈസർ. കൈസരെ ദൈവമെന്ന് അവർ കണക്കാക്കുമ്പോൾ ഈ റോമാക്കാർ കൊന്ന നസ്രായനായ യേശുവിനെ ദൈവമെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇത് കണക്കാക്കും? മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനെ ക്രൂശിച്ചത് ആരാണ്? റോമക്കാരാണല്ലോ. അതെ, അവരെ സംബന്ധിച്ചോളം ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ സീസർ ഇസ് ലോർഡ്, സീസറാണ് ദൈവമെന്ന്. സീസറിനെ ദൈവമായി കാണുന്ന കാലത്ത് മർക്കോസ് ഈ റോമാക്കാർ ആരെ ക്രൂശിച്ചു കൊന്നു നടത്തുന്ന ചെറിയ കാര്യമല്ല. ആര് കർത്താവിനെ ക്രൂശിച്ചു കൊന്നോ അവരുടെ മുമ്പിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന അതീവ ശ്രമകരമായൊരു ദൗത്യം മർക്കോസ് ഈ സുവിശേഷത്തിലൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സുവിശേഷം വ്യാഖ്യാനിച്ചു പോകാം. അപ്പം ഇതാരോടാണ് പറഞ്ഞത്? ആരെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആ ശൈലി ഉപയോഗിച്ചത്? ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ആ സുവിശേഷത്തിലൂടെ പോകാം. ഓക്കെ. അപ്പോൾ ഒന്ന്, ആദിമ സഭാവിശ്വാസികൾ മർക്കോസിന്റെ മനസ്സിലുണ്ട്. 2, റോമാക്കാർ മർക്കോസിന്റെ മനസ്സിലുണ്ട്. കാരണം കൈസറിനെ ദൈവമെന്ന് കണക്കാക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ആ കൈസറുടെ ഉത്തരവനുസരിച്ച് മരത്തിൽ ക്രൂശിൽ തൂക്കിക്കൊന്ന ഒരുവനെ താൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്ന് തെളിയിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ള എഴുത്താണ് ആര് നടത്തിയത്? മർക്കോസ് നടത്തിയത് എന്നുള്ള കാര്യവും മറന്നുപോകരുത്. മൂന്നാമതായി മർക്കോസിന്റെ എഴുത്തിന്റെ ഉദ്ദേശം 100% നോൺ ബിലീവേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അവിശ്വാസികളായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട്, ഒറ്റവാക്കി പറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത മറ്റുള്ളവരെ ഉദ്ദേശിച്ചുകൂടെ കൊണ്ടാണ്. കാരണം മറ്റുള്ളവർ എഴുതിയതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ മർക്കോസ് തന്റെ എഴുത്തിൽ കാണിച്ചിരിക്കുന്നതിനാൽ ഇത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത നസ്രായനായ യേശു തികച്ചും ദൈവപുത്രനാണെന്നും നമ്മെ രക്ഷിപ്പാൻ ഈ ദൈവപുത്രന് കഴിയുമെന്നും അവനിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവനുണ്ടെന്നും അവരെ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടെ കണക്കാക്കിയാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതിയത്. സ്തോത്രം. എനിക്ക് നല്ല ബലം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ. എന്റെ ശബ്ദം കേട്ടാൽ പനിയുണ്ടെന്ന് ക്ഷീണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഇല്ല. ഇതാ ഞങ്ങളെപ്പോൾ ഉപദേശിമാരുടെ ഗുണം. കയറി നിന്നിട്ട് സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ ക്ഷീണമെല്ലാം മറന്നു പോവുക. പണ്ടൊരു പാട്ട് പാടുമായിരുന്നു, ഇനിയിപ്പോ ആരും പാടുകയല്ല. ക്ഷീണം തീർന്നു പോവും, ക്ഷീണം തീർന്നു പോവും, ക്ഷീണങ്ങൾ തീർന്നു പോവും, മൽപ്രിയൻ വരും. പണ്ടൊക്കെ പാടുമായിരുന്നു. ഇനിയിപ്പോ ആ പാട്ടൊന്നും ആർക്കും വേണ്ടല്ലോ, പോട്ടെ. അപ്പോൾ റോമാക്കാരെ കൂടെ ഉദ്ദേശിച്ചാണ് മർക്കോസ് സുവിശേഷം എഴുതി. ഒപ്പം അവിശ്വാസികളായ ആളുകൾ ഇത് വായിക്കുമ്പോൾ ഇത്രയധികം വീര്യപ്രവൃത്തികൾ ചെയ്ത ഈ വ്യക്തി കേവലം ഒരു മനുഷ്യനല്ല, കേവലം തച്ചന്റെ മനുഷ്യനല്ല, മകനല്ല, മറിച്ച് ദൈവപുത്രനാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിൽ ആ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവന് രക്ഷിക്കപ്പെടാൻ കഴിയും എന്നുള്ള ഉപദേശം കൂടെ നൽകണം എന്നുള്ള ലക്ഷ്യത്തിൽ. അതുകൊണ്ടാണ് 16-ാമത്തെ ആ വാക്യം അങ്ങനെ എടുത്തെഴുതിയത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടാത്തവൻ
ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് തീർത്തു പറയാൻ കാരണം പുറമെയുള്ള ആളുകളെ കൂടെ ഈ സന്ദേശം കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തില്ല. നമുക്കറിയാം, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം ദാസനായ ക്രിസ്തുവിനെയാണല്ലോ പരിചയപ്പെടുത്തുന്നത്. കാരണം മർക്കോസ് പറയുമ്പോൾ സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് തന്റെ ദൗത്യത്തിൽ പൂർണ്ണ ദാസ്യത്വം വെളിപ്പെടുത്തുന്ന ശൈലിയാണ് ഈ സുവിശേഷത്തിൽ മർക്കോസ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിക്കുന്നത്. ഞാന് ഒന്ന് രണ്ട് കാര്യം കൂടെ ജീവിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാമെന്ന് വിശ്വസിക്കും. ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 10 മുതൽ 16 വരെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മർക്കോസ് സകലത്തിനും നേരിട്ട് സാക്ഷ്യം വഹിച്ച, നേരിട്ട് കണ്ട, അനുഭവിച്ചറിഞ്ഞ ആദ്യത്തെ കാര്യങ്ങളൊന്നും മർക്കോസ് നേരിട്ട് കണ്ടതല്ല. മർക്കോസ് പറഞ്ഞു, അതായത് എവിടെയും എഴുതി, അത്രേ ഉള്ളൂ. മറ്റേ ലൂക്കോസ് ഒക്കെ കർത്താവിനെ പരീക്ഷ എഴുതുമ്പോൾ കല്ലോട് അപ്പമാകാൻ പറഞ്ഞു, ദൈവാലയ ഗോപുരം താഴേക്ക് ചാടാൻ പറഞ്ഞു, ഭൂലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു, എന്നിട്ട് എന്നെ വണങ്ങാൻ പറഞ്ഞു. ഇതെല്ലാം പറയുന്നുണ്ട്. മർക്കോസ് ആ വിവരിക്കുന്ന രംഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ മർക്കോസ് 1-ാം അധ്യായം എടുത്ത് ഒന്ന് ചൂണ്ടിക്കാണിക്കുക. അപ്പൊ എഴുത്തിന്റെ ശൈലി നിങ്ങൾ ബോധ്യപ്പെടുത്താൻ 1-ാം അധ്യായം 11-12 വാക്യം. മർക്കോസ് 1-ാം അധ്യായം 11-12 വാക്യം. റെഫറൻസ് മാറിപ്പോൾ ഞാൻ നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ് 12-13 ആണ്. 11-12 അല്ല, 12-13. ഒരു വാക്കിയല്ലേ തെറ്റുള്ളൂ, നിങ്ങൾക്ക് ക്ഷമിക്കാം. 12-13. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിൽ മർക്കോസ് അത്ര എഴുതിയിട്ടുള്ളൂ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ സാത്താനെ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം അവൻ കാട്ടുങ്ങളുടെ കൂടെയായിരുന്നു. ഇത്രയേ ഉള്ളൂ. പത്രോസ് പറഞ്ഞ കാര്യം അതിന്റെ സംശയത്തിന് രൂപം മർക്കോസ് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് ആണെങ്കിലോ അതെന്തായിരുന്നെന്നും ഏതൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടില്ലേ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ആകെ ഈ 3 പരീക്ഷ അല്ല കർത്താവിനുണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? 40 ദിവസവും പരീക്ഷയായിരുന്നു. 40 ദിവസം രാവും പകലും പരീക്ഷ. അതിലെ 3 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളാണെ 3 ദിവസം കൊണ്ട് 40 പരീക്ഷയുടെ കാര്യം പറഞ്ഞു അല്ലേ? എനിക്ക് അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്തെല്ലാം പരാതി പറഞ്ഞു. ഈ 40 ദിവസം പരീക്ഷ ഉണ്ടായിട്ട് ഇതല്ലേ എന്നെ പരീക്ഷയാണെന്ന് കർത്താവും പറഞ്ഞില്ല, ഇവര് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് കർത്താവല്ല, കർത്താവിനെ കൊണ്ട് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ചിലർ പറഞ്ഞ് കേൾക്കാം, കർത്താവ് ജീവിച്ചെടുക്കുക, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ വിഡിത്തൊന്നും പറയരുത്. നമുക്ക് നടക്കാത്തൊരു കാര്യം നമ്മളെ പറഞ്ഞ് ഏൽപ്പിക്കും തോന്നുന്നുണ്ടോ കർത്താവ്? ചിലർ പറയും വേദാസ് മുഴുവൻ ആരെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അല്ല, പറ്റാത്തൊരു കാര്യം പഠിക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുമോ? ഡെപ്ത് ഭയങ്കരമാണ്, ഞാൻ സമ്മതിക്കുന്നില്ല എന്നല്ല. അപ്പൊ ഇതാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അങ്ങേ അറ്റത്ത് നോനോ, അങ്ങനെ അതിന്റെ എന്താ പറയുക പരിധി വിട്ട ഉള്ള പോക്ക് നമ്മൾ പോകരുത്. ഞാൻ മടങ്ങി വരുന്നു. മർക്കോസ്, ഞാൻ അവസാനിപ്പിക്കാൻ സമയമായില്ല. മർക്കോസ് ഈ സുവിശേഷം എഴുതിയപ്പോ 1 മുതൽ 9 വരെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതെവിടെ എഴുതി.
എന്നാൽ 10 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ മാർക്കോസ് നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുടെ ഏതാണ്ട് ഒരു ദൃക്സാക്ഷി വിതരണം പോലെ വളരെ ക്ലിയർ ആയിട്ട് മാർക്കോസ് നമുക്ക് ഇത് എഴുതി നൽകുന്നു എന്നുള്ളതും നാം മറന്നു പോകരുത്. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള വിഷയങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം വിശദമായി പഠിക്കുകയും ദൈവത്തിന് പ്രാപിക്കുകയും ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.